മനുഷ്യന്റെ തലയോട്ടികളും എല്ലുകളും കൊണ്ടുള്ള അലങ്കാരങ്ങളും, പ്രേതങ്ങളെ പോലെ തൂങ്ങിക്കിടക്കുന്ന പാവകളുള്ള കാടും, ആണവ ദുരന്തം കൊണ്ട് യുദ്ധങ്ങൾ കൊണ്ടും മനുഷ്യൻ എന്നേക്കുമായി ഉപേക്ഷിച്ചു പോയ പ്രദേശങ്ങളുമൊക്കെയാണ് പല സഞ്ചാരികളെയും ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത്. അത്തരത്തിൽ ഒരു വിചിത്ര സ്ഥലത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. സെഡ് ലേക്ക് ഓസ്വാറെ. പ്രേഗിൽ നിന്ന് 1 മണിക്കൂർ യാത്രാ ദൂരത്തിലുള്ള റോമൻ കാത്തലിക് ചാപ്പലാണ് സെഡ് ലേക്ക് ഓസ്വാറെ. ഇവിടെ 40,000 മുതൽ 70,000 വരെ മനുഷ്യരുടെ അസ്ഥികൾ സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ചെക്ക് റിപ്പബ്ലിക്കിലെ പ്രാഗിനടുത്തുള്ള കുത്ന ഹോറ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വിചിത്രമായ പള്ളിയാണ് സെഡ് ലേക്ക് ഓസ്വാറെ. ഈ പള്ളിയിൽ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ അസ്ഥികൾ ഉപയോഗിച്ച് അലങ്കാരങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു. ഇതിനെ ചാപ്പൽ ഓഫ് ബോൺസ് എന്നും വിളിക്കുന്നു. കാരണം 14-ാം നൂറ്റാണ്ടിൽ ഇവിടെ അടക്കം ചെയ്ത 40,000-ഓളം ആളുകളുടെ അസ്ഥികൾ ഉപയോഗിച്ചാണ് ഇത് അലങ്കരിച്ചിരിക്കുന്നത്. ഇത് ഒരു ഭൂഗർഭ ചാപ്പലാണ്. ഇതിന്റെ ചുവരുകളും മറ്റും മനുഷ്യരുടെ അസ്ഥികൾ ഉപയോഗിച്ച് ഭംഗിയായി അലങ്കരിച്ചിരിക്കുന്നു. ഇവിടെ ക്രിസ്റ്റൽ ലൈറ്റുകൾ, കൊട്ടാരത്തിലെ ചിഹ്നങ്ങൾ, ക്രോസുകൾ എന്നിവയെല്ലാം അസ്ഥികൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. 14-ാം നൂറ്റാണ്ടിൽ കുത്നാഹോറയിലെ സെഡ് ലേക്ക് മഠത്തിലെ ശ്മശാനത്തിൽ 40,000-ഓളം ആളുകളെ അടക്കം ചെയ്തു. അവരുടെ അസ്ഥികൾ പള്ളിയിലേക്ക് മാറ്റിയതിനു ശേഷം അലങ്കാരങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. പ്രേഗിൽ നിന്ന് കുത്നാഹോറയിലേക്ക് ട്രെയിൻ മാർഗം ഏകദേശം 1 മണിക്കൂർ എടുക്കും ഇവിടെ എത്താൻ. സെഡ് ലേക്ക് ഓസ്വാറെ ചെക്ക് റിപ്പബ്ലിക്കിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. ഇവിടത്തെ അസ്ഥികൾ ഉപയോഗിച്ചുള്ള അലങ്കാരങ്ങൾ വിനോദസഞ്ചാരികളെ അത്ഭുതപ്പെടുത്തുന്നു. പ്രതിവർഷം 2 ലക്ഷം സന്ദർശകരെത്തുന്ന ചെക്ക് റിപ്പബ്ലിക്കിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണിത്.